എന്നാണ് സഭ ആരംഭിച്ചത് എന്ന ചിന്തയിലേക്ക് നമുക്കിപ്പോൾ കടന്നു വരാം. കർത്താവ് ഉത്ഥാനം ചെയ്തു പോയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്ന്. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ 1:4 നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്ന ആഹ്വാനമുണ്ടായിരുന്നത്. ആദിമസഭയിലെ 120ഓളം പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ദൈവപിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ വേണ്ടി മർക്കോസ് എന്ന അദ്ദേഹത്തിൻ്റെ മാളികയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്ന സമയത്ത് പെന്തക്കോസ്ത് നാൾ വന്നു. ഞാൻ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിലെത്തി. 1-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ പെന്തക്കോസ്ത് നാളിലാണ് കർത്താവിൻ്റെ മരണ പുനരുത്ഥാന സംഭവങ്ങൾക്ക് ശേഷം സഭ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയുടെ സമുദ്ഘാടകൻ. പരിശുദ്ധാത്മാവ് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മർക്കോസിൻ്റെ മാളികയിൽ 100-120 പേർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൊടിയ കാറ്റടിക്കുന്നത് പോലെ കടന്നു വന്നത് നമ്മളിപ്പോൾ അനുസ്മരിക്കുകയാണ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കാര്യം നമ്മളിപ്പോൾ കേൾക്കുകയായിരുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നും അന്യഭാഷകളിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വിഷമമാണെങ്കിലും ദൈവത്തിനും ദൈവരാജ്യത്തിനും മനസ്സിലാകുന്ന അന്യഭാഷകളിൽ അവരെല്ലാവരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന കാര്യവും നമ്മളിപ്പോൾ പറയുകയായിരുന്നു. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ ആദ്യകാല സഭയെ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രവചന ഗ്രന്ഥമായ ജോയേലിൽ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:17 വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോയേലിന്റെ 2:28 അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2:17-18 നമുക്ക് ഒരേ വാക്യം തന്നെ കാണുവാൻ സാധിക്കും. പ്രവാചകനായ ജോയേൽ പണ്ടേ പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവർ പ്രവചിക്കും. പ്രിയപ്പെട്ടവരെ, സഭ ഉണ്ടാകുമ്പോൾ സഭയിൽ എന്തെല്ലാം ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് പണ്ടേ പറഞ്ഞിരുന്നു. ജോയേലിന്റെ 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മ പകർച്ച കിട്ടിയപ്പോൾ ഈ വചനം പ്രത്യേകിച്ച് പത്രോസ് അവിടെ ഉയർത്തിപ്പിടിച്ച് പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. നിങ്ങൾ ഒരു യൗവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അന്ത്യകാലമാകുമ്പോൾ ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് അവിടെ പറയുകയാണ്. നിങ്ങൾ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവം അവിടെ പറയുകയാണ്. നിങ്ങൾ ഒന്നിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തോടു കൂടി പാടിയും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്ത് വിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്യഭാഷയിൽ ആരാധിക്കുവാനും ദർശന പ്രവചന സന്ദേശ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് കർത്താവ് അവിടെ പറയുകയായിരുന്നു. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും, അവർ പ്രവചിക്കും എന്ന് പറയുകയായിരുന്നു. ഇങ്ങനെയാണ് സ്നേഹമുള്ളവരെ ആദ്യകാലത്തെ സഭ ഉണ്ടായത്. ദൈവം അന്നത്തെ യുവാക്കന്മാരെയും യുവതിമാരെയും വൃദ്ധന്മാരെയും വൃദ്ധകളെയും അപ്പസ്തോലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പല അത്ഭുതങ്ങളും
അടയാളങ്ങളും കാണിച്ചു കൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ 2:19 അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുൻ അറിവിനാലും ഏൽപ്പിച്ചു എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യകാല സഭ ഇങ്ങനെയാണ്. എന്നും സഭ അങ്ങനെ ആയിരിക്കണമെന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ വീട്ടിൽ പോയാൽ, അല്ലെങ്കിൽ ആരാധനാ സ്ഥലത്ത് പോയാൽ, അവർ വരുന്ന ജനം 100 200 20 അവർ വളരെ സന്തോഷത്തോടു കൂടി യേശുവിനെ സ്തുതിക്കുന്നത് കാണാം. യേശുവിനെ കൈകൊട്ടി പാടി മഹത്വപ്പെടുത്തുന്നത് കാണാം. അവരിൽ പാസ്റ്ററും കൂട്ടുകാരും കൂടി അന്യഭാഷയൊക്കെ പറയുന്നതും പാടുന്നതും ചില പ്രവചനങ്ങളൊക്കെ പറയുന്നതും ചില രോഗികളെയൊക്കെ കർത്താവിന്റെ കൃപയാൽ സുഖപ്പെടുത്തുന്നതുമൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള ശുശ്രൂഷയിൽ ഇവിടെയും അനേകം ആളുകൾ സുഖപ്പെടുകയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശുശ്രൂഷയിലും കുറേ മനുഷ്യർ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും മാറുകയുണ്ടായി. പ്രത്യേകിച്ച് ഇസ്ലാം സമൂഹത്തിൽ നിന്നും രക്ഷാനുഭവത്തിലേക്ക് വന്ന ഒരു കുഞ്ഞിന്റെ മേലുണ്ടായിരുന്ന വളരെ മാരകമായ ഒരു രോഗത്തെ കർത്താവ് ഇവിടെ വെച്ച് പൂർണ്ണമായി വിടുവിച്ചുകൊണ്ട് അവരെയെല്ലാം ദൈവരാജ്യത്തിന്റെ മനോഹരമായ അർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നത് ആദ്യകാലത്തെ സഭയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് ഏത് കാലത്തെയും സഭയിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ പാടി സ്തുതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനാനുസാരിയായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയും പ്രവചനപരവും അത്ഭുത രോഗസൗഖ്യപരവും മറുഭാഷാപരവും എല്ലാം ദൈവം കൊടുക്കുന്നു. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അതാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2:28 അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 2:17 18 അല്പം മുമ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:21 നിങ്ങളെ കേൾപ്പിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. കേട്ടോ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:21 പറഞ്ഞത്. മാർപ്പാപ്പയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവന്റെ കാര്യം ബൈബിളിൽ പറയുന്നില്ല. മറിയത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ നാമം ഇവിടെ ബൈബിളിൽ പറയുന്നില്ല. അൽഫോൻസയുടെ നാമം വിളിച്ചറിയിക്കുന്നവരുടെ കാര്യം ബൈബിളിൽ പറയുന്നില്ല. ഇവിടെയുള്ള ദേവാലയങ്ങളിൽ ദേവസ്വമുല്ലക്കര് പ്രസംഗിക്കാൻ വരുമ്പോൾ പോകരുത് എന്ന് വിളിച്ചു പറയാനുള്ള കാര്യം, അവരെല്ലാം മറിയത്തെയും പോപ്പിനെയും അൽഫോൻസയെയും പ്രസംഗിക്കുന്നത് കേട്ട് മടുത്ത ജനം സത്യം അറിയരുത് എന്നോർത്തുകൊണ്ടും അവരുടെ കൈവട്ടകയ്ക്കുള്ളിലെ മണൽ ചോർന്നു പോകരുത് എന്നതുകൊണ്ടും അവരുടെ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയം നിന്നു പോകരുത് എന്നതുകൊണ്ടുമാണ് അവർ ഓരോ പള്ളികളിലും ഉറക്കെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ അവിടെ പോകരുത്, നിങ്ങൾ ഇവിടെ പോകരുത്, നമ്മുടെ സഭ പുറത്താക്കിയവരടുത്ത് പോകരുത്. എന്താണ് സഭ? മാർപ്പാപ്പയുടെ കീഴിൽ, ബിഷപ്പുമാരുടെ കീഴിൽ, കന്യാസ്ത്രീകളുടെ കീഴിൽ, മറിയത്തിന്റെ കീഴിൽ ഉള്ള സാധനമല്ല സഭ എന്ന സത്യമാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്റെ കീഴിൽ പെന്തക്കോസ്ത് നാളിൽ അതൊരു ഉത്സവ ദിവസമായിരുന്നു, വിളവുകളുടെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. നമ്മുടെ കർത്താവ് മരിച്ചുയർത്തിട്ട് കൃത്യം 50ാമത്തെ ദിവസമായിരുന്നു പെന്തക്കോസ്ത് നാൾ. ആ നാളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയും അവർ പ്രവചിക്കുകയും അവർ അത്ഭുത സൗഖ്യങ്ങൾ നേടുകയും അവർ മറുഭാഷയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആ വലിയ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയായിരുന്നു. ഇങ്ങനെയാണ് സഭ ആരംഭിച്ചത്. പ്രിയരെ, ഇതാണ് ബൈബിളിലെ സത്യം. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ ജനകോടികൾക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പറയട്ടെ. ജനകോടികൾ അറിയുന്നില്ല ബൈബിൾ എന്താണെന്ന്, അതെങ്ങനെ വായിക്കണമെന്ന്. ജനകോടികൾ എന്ത് ചെയ്യും? ഈ വരാപ്പുഴയിലുമുള്ള കത്തോലിക്ക സമുദായത്തിലും ഓർത്തഡോക്സ് ജാക്കബേറ്റ് സമുദായങ്ങൾ ഉണ്ടെങ്കിൽ അതിലും മറ്റേതെല്ലാം സമുദായങ്ങളുണ്ടോ അവിടെയുള്ള പ്രായമായ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകും. 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ട് ഇങ്ങോട്ട് പോരും. കുട്ടികളുണ്ടെങ്കിൽ അവരും പോകും. എന്തിനാണ് പോകുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അങ്ങോട്ട് പോയപ്പോൾ ഏതൊക്കെ പാപമുണ്ടോ
അതൊക്കെയായിട്ട് തിരിച്ചു വരും. അങ്ങോട്ട് പോയപ്പോൾ ഏതൊക്കെ രോഗമുണ്ടോ അതൊക്കെയായിട്ട് തിരിച്ചു വരും. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും എന്ന് പറയുന്ന ദിവസങ്ങളിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പോകും, യുവജനങ്ങളും പോകും. അവരങ്ങോട്ട് പോയപ്പോൾ ഉള്ള പാപവും ദുഃഖവും രോഗവും വേദനയും എല്ലാമായിട്ട് അവിടെ ചെന്നിട്ടും തിരിച്ചു വരും. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ആവാസ സ്ഥലമല്ല. ഒരിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ രോഗം മാറൂ, ദുഃഖം മാറൂ, പ്രവചനമുണ്ടാകൂ, അന്യഭാഷ ഉണ്ടാകൂ, സമാധാനമുണ്ടാകൂ. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തിടത്ത് ഒരുപക്ഷെ കുർബാന ഉണ്ടാകും, വേറൊരു പക്ഷെ മറിയാമ്മ ഉണ്ടാകും, ഇനി പക്ഷെ അൽഫോൻസാമ ഉണ്ടാകും, വേറൊരു പക്ഷേ സെന്റ് ജോർജ് ഉണ്ടാകും. അങ്ങനെ കുതിരപ്പുറത്ത് കയറുന്നു, ശബരിമല അയ്യപ്പൻ പുലിപ്പുറത്ത് കയറുന്നു, അപ്പുറത്തോട്ട് പുലിപ്പുറത്ത് ഇപ്പുറത്തോട്ട് കുതിരപ്പുറത്ത്. ഇങ്ങനെ നടക്കുന്ന കുറെ തട്ടിപ്പ് വേതാള പ്രസ്ഥാനങ്ങളാണ് മിക്ക ദേവാലയങ്ങളിലും ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ ചെന്നാൽ അങ്ങോട്ട് പോകുന്നവർ പുട്ടുകുറ്റി പോലെ അങ്ങോട്ട് പോകുന്നു, അതേ പുട്ടുകുറ്റി പോലെ ഇങ്ങോട്ടും പോരുന്നു. ആരുടെയും ദുഃഖം മാറുന്നില്ല, ആരുടെയും രോഗം മാറുന്നില്ല, ആർക്കും ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം എന്ത്? സഭയെ സ്ഥാപിച്ചത് യേശുവിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമാണ് പ്രവചനം, പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമാണ് രോഗസൗഖ്യം, പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമാണ് അന്യഭാഷ, പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് മാത്രമാണ് ദർശനപരങ്ങൾ. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ മാനസാന്തരം, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ പൊതുജനനം, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ ദൈവമക്കളുടെ സന്തോഷം, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെയാണ് സഭയുടെ കൂട്ടം എന്ന് പറയുന്നത്. പ്രിയരെ, ആദ്യകാലത്തെ സഭ അതെങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിൻ്റെ ബാക്കി കൂടി പറയട്ടെ. അന്ന് 3000-ഓളം ആളുകൾ യേശുവിനെ കേൾക്കുവാൻ വേണ്ടി പത്രോസിൻ്റെ അടുത്ത് വന്നു. പത്രോസ് ഉറക്കെ പ്രസംഗിച്ചു യേശുവിനെ. ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:36 പത്രോസിന്റെ പ്രസംഗം, ആദ്യകാല പ്രസംഗം നമുക്ക് കാണാം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. പത്രോസ് അങ്ങനെയാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ക്രൂശിൽ തറച്ച അവിടെ അന്ന് കൂടിയിരുന്ന ജനങ്ങളും ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഫരിസേയരും അവരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാരും അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും കള്ള പുരോഹിതന്മാരും അന്നും ഇന്നും എന്നും യേശുവിനെ കൊല്ലുന്നവരാണ്. യേശുവിനെ കണ്ടാൽ കൊന്നുകളയും. യേശുവിന്റെ ആത്മാവുള്ളവർ പ്രസംഗിക്കുന്നിടത്ത് പോകരുതെന്ന് പറയും. അവർക്ക് യേശുവിന്റെ ആത്മാവില്ല, അവർക്ക് യേശുവിന്റെ ഒരു ചുക്കുമില്ല. അതുകൊണ്ട് മറിയത്തെയും ചുമന്നുകൊണ്ടും ഏതെങ്കിലും സെന്റ് ജോർജിനെ ചുമന്നുകൊണ്ടും വെടിയും പടക്കത്തിന്റെ അകമ്പടിയോടുകൂടി നടക്കുന്നവർ യേശു ഉള്ളെടുത്ത് പോകരുന്ന ജനത്തെ അന്നും വിലക്കിയിരുന്നു, ഇന്നും വിലക്കിയിരുന്നു. എന്നാൽ അന്ന് 3000 ആള് ഒരുമിച്ച് പത്രോസിന്റെ അടുക്ക ചെന്നു. ഇവിടെ വരാപ്പുഴയില് ഇപ്പോൾ 300-ലധികം പേരിരിക്കുന്നു. അന്ന് 3000-ഓളം ആളുകൾ ഇരുന്നിരുന്നു. അവർ എല്ലാവരും കൂടെ പത്രോസിനോട് ചെന്ന് ചോദിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:37 ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസിനോട് ചെന്ന് ചോദിക്കുകയാണ്. ഞാനും നിങ്ങളും പള്ളിപ്പോൾ ഒന്നും ചോദിക്കത്തില്ല. പുള്ളി ഇങ്ങോട്ട് പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന കിച്ചൻ ഇങ്ങോട്ട് പറയുന്നത് കേട്ടേച്ച് പൊക്കോണം. അല്ലാണ്ട് അങ്ങോട്ടൊന്നും ചോദിക്കാൻ അവകാശമില്ല, യാതൊരു സാധ്യതയുമില്ല. എന്തെങ്കിലും ചോദിച്ചു പോയി കൈക്കാരനും കണക്കിന് കമ്മറ്റിക്കാർ ഒരു 10-25 തക്കിടി മുണ്ടൻ താറാവ്, തവിട്ട് മുണ്ടൻ താറാവ് എന്ന് പറയുന്ന പോലെ കുറെ പേരുണ്ട്. എല്ലാവരും കൂടി ഈ പാവത്താനെ എടുത്തിട്ട് ചാമ്പി ഓടിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങോട്ട് ചോദിക്കുന്നില്ല. നാക്ക് നീട്ടും. 2 അപ്പം കിട്ടിയാലേ ഒരപ്പമേ കിട്ടുള്ളൂ. കിട്ടുന്ന ഒരപ്പമോ അരയപ്പമോ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോരുകയാണ്. അതിനകത്ത് യേശു ഉണ്ടെന്ന നുണയാണ് സെന്റ് അഗസ്റ്റിൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ട്രാൻസ് സബ്സ്റ്റാൻറ്റിയേഷൻ എന്ന് പറയുന്ന ഒരു ദുരുപദേശം ത്തിലൂടെ യേശുവിന്റെ ശരീരമാണ് ആ അപ്പം എന്ന് പറയുകയും യേശുവിന്റെ രക്തമാണ് ആ വീഞ്ഞെന്ന് പറയുകയും ചെയ്യുന്ന നുണ AD 1215 ഈ നുണ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. അതുവരെ സാധാരണ പോലെ കർത്താവിന്റെ 2ാമത്തെ ആഗമനം വരെ ഓർത്തിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപകാര സ്മരണയും കൃതജ്ഞതാ സ്തോത്രവും കർത്തൃമേശയുമായി ആചരിച്ചിരുന്ന സത്യ കുർബാനയെ AD 1215 ഇവിടെ അടുത്ത് രാമപുരത്തിരിക്കുന്ന കള്ള പുണ്യവാളനായ സെന്റ് അഗസ്റ്റിൻ അങ്ങേര് തുടങ്ങി വെച്ച് പിന്നെ മാർപ്പാപ്പ, കോർപ്പാപ്പ, കീർപ്പാപ്പ എല്ലാവരും കൂടി അത് ഏറ്റു പറഞ്ഞു നുണന്ന് ആ നുണ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ശരീരം സ്വർഗത്തിൽ ഇപ്പോൾ പിതാവിന്റെ വലം ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ശരീരത്തിൽ അവന്റെ രക്തം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തോടും ഈ രക്തത്തോടും കൂടിയ സാക്ഷാൽ യേശു ഇനി കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ വരുവാനിരിക്കുന്നു. തെസ്സലോനിയുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 16-ഉം 17-ഉം വചനങ്ങളിലും മറ്റനേകം വചനങ്ങളിലും പറയുന്ന പോലെ നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ ശരീരത്തോടു കൂടി യേശു വരും. അതുവരെ
സഭയെ നയിക്കുന്നത് യേശു അല്ല പ്രിയപ്പെട്ടവരെ. യേശു അല്ലെന്ന് പറഞ്ഞാൽ അത് സൈദ്ധാന്തികമായിട്ട് തെറ്റാണ്. യേശുവാണ്, പക്ഷെ യേശു അല്ല, യേശുവിന്റെ ആത്മാവാണ്, ഹോളി സ്പിരിറ്റ്. സഭയെ ഇപ്പോൾ നയിക്കുന്നത് ത്രിത്വത്തിലെ മൂന്നാമനായി പരിശുദ്ധാത്മാവാണ്. പിതാവ്, സർവശക്തനായ ദൈവം യഹോവ ഈരെ, അവൻ എല്ലായിടത്തുമുണ്ട്. അവന്റെ പുത്രൻ സ്വർഗത്തിൽ അവന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെ ആത്മാവായ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ചർച്ചിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാർപ്പാപ്പയും ഈ ബിഷപ്പും തട്ടുങ്കനും കിട്ടുങ്കനും എല്ലാം അടിച്ചു മിന്നും നുണ പറയുന്ന കേട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും മണ്ടത്തരത്തിലും പോഷ്കിലും അകപ്പെട്ട് വെറുതെ കുതിര കച്ചവടം നടത്തിക്കൊണ്ട് കാപട്യത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കഴിയുകയാണ് എന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ അടുത്തുള്ള ഈ മൈക്ക് പോയിന്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നവരുമായ എല്ലാവരും ആ സത്യം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് അറിയാൻ പോവുകയാണ്. കേൾക്കുവാൻ അല്പം മനസ്സ് വെച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ആദ്യകാല സഭ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പത്രോസിന്റെ അടുത്ത് 3000-ഓളം ആളുകൾ ചെന്നിട്ട് എന്തു വേണമെന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞില്ല. ഇനി പറയുന്ന പത്രോസ് പറഞ്ഞില്ല, ഞാൻ ഈ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാം, നിങ്ങൾ വന്ന് ഓരോരുത്തർ നിങ്ങളുടെ പാപം എന്നോട് പറയുക, ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പാപം മോചിച്ചിട്ട് മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ അകത്തോട്ട് തിരികെ 10 നന്മ നിറഞ്ഞവരെയും ചൊല്ലി അങ്ങ് കാഴ്ചവെക്കാൻ പറയാം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പത്രോസ് പറഞ്ഞില്ല. പത്രോസ് പിന്നെ എന്താണ് പറഞ്ഞത് കേട്ടോളുക. നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറയുകയാണ്. പത്രോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. വന്നുകൂടി ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മറിയത്തെ സ്തോത്രം ചെയ്യുവനെന്നല്ല, നിങ്ങൾ സെന്റ് ജോർജിനെ ചുവന്നുകൊണ്ട് നടക്കുമെന്നല്ല, നിങ്ങൾ എറണാകുളം നഗരത്തിൽ ചെന്ന ആന്റണിയുടെ പുറകെ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് സെന്റ് അന്തോണീസ് ദേവാലയത്തിൽ വട്ടം ചുറ്റാനല്ല പറഞ്ഞത്. വരാപ്പുഴയോ ഏതോ ഒരു പുഴയുടെ അവിടെ ഒരു ടെർമിനൽ പണിയാൻ പോകുന്നുണ്ട്. അവിടെ മറിയത്തിന്റെ വല്ലാർപാടവും കില്ലാർപാടവും അവിടെ ആ മറിയത്തെ ചുമന്നു നടക്കാനല്ല പത്രോസ് പറയുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം കിട്ടും. പ്രിയരെ, 3000 പേരും പത്രോസ് ഉൾപ്പെടെയുള്ള, പത്രോസ് ഒറ്റയ്ക്കായിരിക്കില്ല, അവർ 12 അപ്പസ്തോലന്മാരുണ്ടായിരുന്നു, 120ഓളം പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും സഹകരിച്ച് അവിടെയുള്ള നദിയിലോ തോട്ടിലോ ആറ്റിലോ കടലിലോ പുഴയിലോ എവിടെയാന്ന് വെച്ചാൽ അവരെ എല്ലാവരെയും സ്നാനം കൊടുത്ത് കർത്താവേ. അപ്പോൾ അവർ പറയുകയാണ്, വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായി ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പെന്തക്കോസ്തുകാരനാണ് പത്രോസ്. അദ്ദേഹം 3000-ഓളം പേരെ സ്നാനപ്പെടുത്തുക എന്ന അത്ഭുതം ചെയ്തത് നിങ്ങൾ കാണുകയായിരുന്നു. എന്താണ് പെന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞാൽ? പന്തക്കോസ്ത അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടി അന്യഭാഷയും ദർശനവും പ്രവചനവും എഴുതപ്പെട്ട വചനത്തിന്റെ ദാനവരങ്ങളും കർത്താവിന്റെ കൃപയാൽ വാങ്ങിച്ച് ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി സാത്താന്യ രാജ്യത്തെയും ജഡിക രാജ്യത്തെയും ലൗകിക രാജ്യത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ജനങ്ങളെയും മരിച്ചു കഴിഞ്ഞ ജനങ്ങളെയും കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ പിതാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ മുമ്പേ എന്ന ഭാവത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന പാസ്റ്റേഴ്സിനെയും അവരോട് കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ പാവപ്പെട്ട ജനത്തെയും വിളിക്കുന്ന പേരാണ് പെന്തക്കോസ്തുകാർ. ഇവർക്കുള്ളതാണ് സ്വർഗം. ഇവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ഇവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ അത് ഇവർക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ പെന്തക്കോസ്തുകാരനെന്ന് പത്രോസിനെ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ന്യായമായിട്ടും ഉണ്ടാകാം, ആരാണ് ഒന്നാമത്തെ പെന്തക്കോസ്തുകാരൻ എന്നൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകാം. ആ സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും സംശയം തീർത്തു തരുവാൻ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം. അനന്തരം 13-ാമത്തെ വാക്യം. യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് ജോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. ആരാ വന്നത്? യേശു. എവിടെയാ വന്നത്? ജോർദാൻ കരെ. എന്തിനാ വന്ന്? സ്നാനമേൽക്കുവാൻ. ആരുടെ അടുക്കൽ? യോഹന്നാനാൽ.
ആരാ വന്നത്? യേശു. എന്നിട്ടോ മത്തായി 3:14 യോഹന്നാനോ അവനെ വിലക്കി. കാരണം ലോകരക്ഷകനായ യേശു സ്നാപക യോഹന്നാന്റെ കൈക്കേറി സ്നാനമേക്കാൻ വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മാനുഷിക കാര്യമായതുകൊണ്ട് യോഹന്നാൻ വിലക്കി. യോഹന്നാൻ പറയുകയാണ് മത്തായി 3:14 നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞത്? മത്തായി 3:15 രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെയും, ദൈവത്തിന്റെ അഭിഷിക്തനാകാൻ പോവുകയാണ് യേശു. ഇവിടെ ഞാൻ അടുത്തൊരു ബോർഡ് കണ്ടു. ബോർഡിൽ കൊടത്തേൽ ഉണ്ണിയുടെ ഒരു രൂപം കണ്ടു. അത്ഭുത പ്രവർത്തകനാണെന്ന് പറഞ്ഞു. ഈ കൊടത്തേൽ ഉണ്ണി ഇരിക്കുന്ന പള്ളിയിലും പള്ളി ഇരിക്കുന്ന പുള്ളികളിലും എന്തത്ഭുതം നടക്കുന്നത്? ആളുകൾ നേർച്ചയിടുന്ന കാശ് വാരിക്കൂട്ടി കോടിയിറച്ചിയും കറി വെച്ച് തിന്നേച്ച് പോവുക എന്ന അത്ഭുതമല്ലാണ്ട് ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ജലദോഷ പനി മുതൽ എന്തെങ്കിലും ഒരു പൈശാചിക ബന്ധനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മോചനമുണ്ടോ? ഇല്ല. കൊടത്തേൽ ഉണ്ണി എന്നൊരു ഉണ്ണി ഇല്ല. യേശു മാത്രമേ ഉള്ളൂ. അവൻ പ്രായപൂർത്തിയായി ചെന്നാണ് കഴിഞ്ഞിട്ടാണ് മശീഹയായത്. അവൻ അഭിഷിക്തനായത് 30-ാമത്തെ വയസ്സിലാണ്. കൊടത്തേൽ ഉണ്ണിക്ക് യാതൊരു യോഗ്യതയുമില്ല. മറിയം പെറ്റ കൊച്ചു ചുമ്മാ കൊച്ചായി കിടന്നതേ ഉള്ളൂ. അവന് 10 വയസ്സും 12 വയസ്സും 20 വയസ്സ് 29 മുക്കാലേ അരിക്കാലും മാകാണി വയസ്സും വരെ അവൻ ഒരു ചുക്കുമായിരുന്നില്ല. അവൻ ഇതാ വെള്ളത്തിൽ മുങ്ങി സ്നാനം വെക്കുന്നു. അപ്പോൾ മുതൽ അവൻ ദൈവമാവുകയാണ്. ആ നിമിഷം മുതൽ അവൻ ദൈവമാവുകയാണ്. ബൈബിൾ വായിക്കാത്ത ബഹുമാനപ്പെട്ട കത്തോലിക്കനും ബന്ധപ്പെട്ട ആളുകൾക്കും അറ്റവും മുറിയും വാലും അറിയാവുന്ന കരിസ്മാറ്റിക്കുകാരനും ഈ സത്യമൊന്നും അറിയത്തില്ല. അവരെല്ലാം കൊടത്തേലുണ്ണിയുടെ പുറകെ നടക്കുക. എന്ത് കൊടത്തേലുണ്ണി? ഉണ്ണിക്ക് എന്ത് യോഗ്യത? ഉണ്ണിയും കൊണ്ട് നടക്കുന്നവന് എന്ത് യോഗ്യത? യാതൊരു യോഗ്യതയില്ല. ബൈബിൾ വായിച്ചിട്ടാണോ ഇത് തുടങ്ങുന്നത്? അല്ലയോ മാർപ്പാപ്പായെ, നിങ്ങൾ ഏത് ബൈബിളാണ് വായിച്ചത്? അല്ലയോ ബിഷപ്പേ, നിങ്ങൾക്ക് ഏതെങ്കിലും ബൈബിളിലെ എന്തെങ്കിലും ഒരു വാക്യം അറിയാവോ? അല്ലയോ ബഹുമാനയുടെ വികാരി അച്ഛ, നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ ഇത് കേൾക്കൂ, സത്യം കേൾക്കൂ. ഇതാ മശീഹ ആകാൻ പോകുന്നു. കർത്താവ് അഭിഷിക്തനാകാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ 30-ാമത്തെ വയസ്സിലാണ് പ്രിയപ്പെട്ടവരെ മിശിഹായാകാൻ വേണ്ടി പോവുകയാണ്. അതെ, സ്നാനത്തിലൂടെ അഭിഷിക്തനാവുകയാണ്. അന്ന് യേശുവിന് 30 വയസ്സുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ ഉണ്ടോ? ഉണ്ട്. എവിടെ? ലൂക്കോസിന്റെ 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ, ലൂക്കോസിന്റെ 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ യേശുവിന് 30 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദൈവത്തിന്റെ അഭിഷിക്തനും രാജാവും മശീഹയുമായ യേശു പിതാവ് നൽകുന്ന അംഗീകാരം സ്വീകരിച്ച് തന്റെ ജനത്തിനു മുമ്പാകെ അത് വെളിപ്പെടുത്തി കാണിക്കുകയായിരുന്നു. തന്റെ ജനം കരയ്ക്ക് നിൽക്കുന്നു, യോഹന്നാൻ സ്നാപകൻ തോട്ടി നിൽക്കുന്നു. ജനത്തിന് മുമ്പാകെ ഇതാ യേശു ചെന്ന് താൻ അഭിഷേകം സ്വീകരിക്കുകയാണ്. കൂടാതെ കാൽവരി ക്രൂശിൽ കർത്താവ് ഏൽക്കുവാൻ പോകുന്ന മഹായാഗത്തിന്റെ പ്രതിരൂപമായി താൻ ഈ സ്നാനത്തിലൂടെ അഭിഷിക്തനാവുകയായിരുന്നു. ഇങ്ങനെ 1-ാമത്തെ പെന്തക്കോസ്തുകാരനെ, ജോർദാൻ നദിയിൽ പൊങ്ങി വരുന്ന പെന്തക്കോസ്തുകാരനെ നമ്മൾ കാണുന്നു. ആരാണ് 1-ാമത്തെ പെന്തക്കോസ്തുകാരൻ? അറിയാവുന്നവർ ഉറക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേ, യേശു. ഉറക്കെ വിളിച്ചു പറഞ്ഞേ. അതാണ് പ്രിയപ്പെട്ടവരെ. 2-ാമത്തെ പെന്തക്കോസ്തുകാരൻ പത്രോസ് ആണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസ്തുകാരൻ തീർച്ചയായും യേശു തന്നെയായിരുന്നു. യേശു കരയിലേക്ക് കയറുമ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുന്നതിനാൽ അങ്ങനെ പറയുന്നു. മത്തായി 3:16 യേശു വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുന്നു. യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുന്നതിനാൽ വെള്ളം തെളിക്കുകയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലയോ കത്തോലിക്ക, നിന്റെ കുഞ്ഞിനെ നീ പള്ളിയിൽ കൊണ്ടുചെല്ലുമ്പോൾ അച്ഛൻ പിടിച്ച് വെള്ളം തെളിക്കുകയാണ്. യേശു അങ്ങനെ ചെയ്തില്ല. യേശു ദൈവമാണ്, യേശു മനുഷ്യനാണ്. യേശുവിന് വിവരമുണ്ട്, യേശുവിൻ്റെ സഭയ്ക്കും വിവരമുണ്ട്. യേശുവിൻ്റെ സഭയിൽ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരും ഞാനും ഒക്കെ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റവരാണ്. ഞങ്ങളൊക്കെ യേശുവിനെ അനുകരിക്കുന്നു, യേശുവിനെ അനുകരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അഴുകിപ്പോകുന്ന ശരീരമാണെങ്കിലും ഞങ്ങൾ കർത്താവിന്റെ 2-ാമത്തെ ആഗമനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. ഇവിടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന നിങ്ങൾക്കും ഇത് വേണമെന്നത് കൊണ്ടാണ് നിങ്ങളെ കർത്താവ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതെ പ്രിയരെ, സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും തെളിക്കൽ സ്നാനമല്ലായിരുന്നു യേശു ചെയ്തത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പള്ളികളിൽ തെളിക്കൽ സ്നാനം നടത്തുന്നു.
ഏതു വചനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു വാക്യം അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ ലുദിയയുടെയും കാരാഗ്രഹ പ്രമാണിയുടെയും കുടുംബത്തിൽ കുടുംബമായി സ്നാനം ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെയും വിവേകമുള്ള ആരെങ്കിലും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമോ? അവർക്ക് പനി വരികയില്ലേ? അവർ മുങ്ങിയാൽ ചത്തുപോവുകയില്ലേ? അവർ തലയിൽ അല്പം വെള്ളം തെളിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അത് പിന്നെ നേഴ്സുമാരും പേറ്റിച്ചുമാരും അമ്മമാരും ഒക്കെ എല്ലാ ദിവസവും പാളയിലോ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കടലാസിലോ എവിടെയെങ്കിലും കിടത്തിക്കൊണ്ട് തെളിക്കാറുള്ളതല്ലേ, കുളിപ്പിക്കാറുള്ളതല്ലേ? അതിന് വികാരിയും വികാരമുള്ളതിനൊക്കെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഈ വികാരിയും വികാരമുള്ളവനും കൈകൊണ്ട് വല്ലതും തെളിച്ച എന്തെങ്കിലും നന്മയുണ്ടോ? പരിശുദ്ധാത്മാവിനെ കിട്ടാത്തവന് എന്നാ തെളിക്കാനായിട്ടാ? എവിടെ തെളിക്കാനായിട്ടാ? ആരെ തെളിക്കാനായിട്ടാ? എന്ത് തെളിക്കാനായിട്ടാ? പിന്നെ എന്തിനാണ് ഈ തോന്നിവാസമൊക്കെ ചെയ്ത് ജനത്തെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. തെളിക്കാൻ ധാരാളം വെള്ളമുള്ള നദിയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് യേശു വെള്ളമുള്ള നദിയിൽ ഇറങ്ങിയത്. ദേവാലയത്തിൽ ഒരു പാത്രത്തിൽ കരുതി അനേകരെ തെളിക്കാൻ അത് ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയായൊരു മാർഗമല്ല. നിങ്ങൾക്കറിയാമോ, ഗ്രീക്ക് വാക്ക് ബെപ്തിസ്മോ എന്നാണ് ഗ്രീക്ക് വാക്ക്, ബാപ്റ്റിസോ എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. രണ്ടിനും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഉള്ള അർത്ഥം മുങ്ങുക, മുക്കുക, മുഴുകൽ സ്നാനം എന്നാണ് അർത്ഥം. ബാപ്റ്റിസത്തിന് പോവുക എന്നൊക്കെ പറയുമ്പോൾ തെളിക്കുന്ന കാര്യം അവിടെ പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വിവാഹ ആലോചന കഴിഞ്ഞിട്ട് വിവാഹത്തിൻ്റെ കർമ്മത്തിന് സദ്യ ഉണ്ണാൻ വിളിച്ചാൽ എങ്ങനെയാണ് വിളിക്കുക? കുടുംബം അടച്ചു വരണം കേട്ടോ എന്ന് പറയുക. കുടുംബം അടച്ച് ഞാനും നീയും നമ്മുടെ കുട്ടികളെയും കൊണ്ട് പോകും. അരമാസം, 2 മാസം, 3 മാസം പ്രായമുള്ള കുട്ടികൾ എളിയിലോ തോളിലോ കിടക്കുകയുള്ളൂ. ചിക്കനും മട്ടനും അവർക്ക് വിളമ്പി കൊടുക്കുകയില്ല. വിളിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് മട്ടനും ചിക്കനും പിന്നെ ഒന്നും വാരിക്കോരി കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ആരാണെന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും വിവാഹം കഴിച്ച് അന്തസ്സായി ജീവിക്കുന്ന മാതാപിതാക്കന്മാർക്കറിയാം. വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന പുരോഹിതന്മാരും പുരോഹിതകളെന്നറിയുന്ന ആളുകൾക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ ഈ തെളിക്കൽ സ്നാനം കൊടുക്കുന്നത്. ഈ അടുത്ത നാളിൽ മാർപ്പാപ്പ, അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ലോകരാജ്യങ്ങളിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് സമുന്നതമായ സ്ഥാനമുണ്ട്. എന്നാൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ നേതാവ് എന്ന നിലയിൽ അമേരിക്കയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കോടതിയുടെ ഓർഡർ അദ്ദേഹത്തെ കാത്തുകിടക്കുന്നു. വിവാഹം കഴിക്കാത്ത അദ്ദേഹത്തിന് കീഴിലുള്ള അനേകം പുരോഹിതന്മാര് ലൈംഗിക തിന്മകൾ പലരിലും ചെയ്തത് അമേരിക്കൻ കോടതി പിടിച്ചു. എന്നിട്ട് കോടിക്കണക്കിന് രൂപ കോർട്ടിൽ അടയ്ക്കാൻ ഓർഡർ ഇട്ടപ്പോൾ കണ്ണു തള്ളിക്കൊണ്ട് മാർപ്പാപ്പ കാശ് അടയ്ക്കേണ്ടി വന്നു. അദ്ദേഹം റോമിൽ നിന്ന് പണം വരുത്തി അടയ്ക്കുക തന്നെ ചെയ്തു. എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് TV-യിൽ വന്നതാണ്. എന്നാൽ ഈ മാർപ്പാപ്പയ്ക്ക് അന്തസ്സായിട്ട് കല്യാണം കഴിച്ചോ എന്ന് കന്യാസ്ത്രീകളോടും അഥവാ അച്ഛന്മാരോടും പറഞ്ഞാലെന്താ? അഭയമാർക്ക് സ്വസ്ഥമായിട്ട് മാതാപിതാക്കന്മാരുടെ മകളായിട്ട് ജീവിക്കാം. ഇപ്പൊ എവിടെ പോയി അഭയ? കൊല്ലം എത്രയായി? തെളിയുന്നുണ്ടോ? തെളിയുമായിരിക്കും. കോടതിക്ക് അറിയാവുള്ളൂ. പാപത്തെ ആരോ കൊന്നവരാരാണ്? ദൈവം തെളിയിക്കട്ടെ. ഈ കാര്യത്തിൽ തെളിയിക്കാതെ വരികയില്ല. പണ്ടത്തെ പോലെ മൈനത്തെരുവി കൊലക്കേസ് പോലെ ജഡ്ജിമാരെ കൊണ്ടും പോലീസുകാരെ കൊണ്ടും അത് ഒതുക്കിക്കുന്ന പ്രശ്നമില്ല. ദൈവം അത് പുറത്തു കൊണ്ടുവരും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആ സത്യം തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവരിക്കുക തന്നെ ചെയ്യും. കോടികളും ലക്ഷങ്ങളും കൊണ്ട് വാരിക്കോരി നടന്നാൽ അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് കാലത്തിന്റെ ചരിത്രം ഇതാ തെളിയിക്കാൻ പോകുന്നു. ലൈംഗിക അരാജകത്വമെന്ന വലിയ പാപം ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കാത്ത അനേകം പുരോഹിതകളും കാട്ടിക്കൂട്ടുന്ന കോമാളി വേഷങ്ങൾക്ക് മാർപ്പാപ്പ അമേരിക്കയിൽ പോയി കോടിക്കണക്കിന് രൂപ കെട്ടിവെച്ചു എന്നത് ദേവസ്യ മുല്ലക്കരിയോ നിങ്ങളെപ്പോലുള്ള ആരോ പറയുന്നല്ല. ഇത് TV-യിൽ വന്നതാണ്, അനേകരറിഞ്ഞതാണ്. ഇങ്ങനെ ലൈംഗിക പാപം സൗര്യം പോലെ ചെയ്യുന്നവനാണ്. നിങ്ങളാരും അറിയാതെയും അറിഞ്ഞും ചെയ്യുന്നവനാണ്. കുമ്പസാരക്കൂട്ടിയിൽ ഇരുന്നു കൊണ്ട് തെറി പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരിച്ച് സഭ
എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപം ഞാൻ മോചിക്കുന്നു, നീ 10 നന്മ നിറഞ്ഞവനെ ആ മറിയത്തിന്റെ വിമല ഹൃദയത്തിനകത്തോട്ട് കയറ്റി വിട്ടേരടാ എന്ന് പറയുന്ന ഈ മഹാ തട്ടിപ്പ് സാത്താൻ നടത്തിക്കുന്നതിൽ അനുഭവപ്പെട്ടിട്ടുള്ള എത്രയോ ദൈവമക്കൾ ഇതിനു മുമ്പ് കാലഘട്ടത്തിന്റെ ഗോളത്തിലായിരുന്നവർ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയരെ, പാപിക്ക് എങ്ങനെ പാപം മോചിക്കാൻ സാധിക്കും എന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ദൈവത്തിനല്ലാണ്ട് ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും പാപം മോചിക്കുവാൻ സാധിക്കുമോ? യേശുവിന്റെ രക്തത്തിനല്ലാണ്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും പാപത്തിന് മോചിക്കാൻ സാധ്യതയുണ്ടോ? 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപം മോചിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അച്ഛന്മാർ എന്ത് ചെയ്യുന്നു? എഫേസ്യർ 1:7 യേശുവിന്റെ രക്തം സകല പാപവും മോചിക്കുമെന്ന് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ കന്യാസ്ത്രീകൾക്ക് വേറെ ഒരു പണിയുമില്ലേ? യേശുവിന്റെ രക്തം, അതെ, റോമർ 5:8-9 തിരുവചനങ്ങളിൽ യേശുവിന്റെ രക്തം പാപം പോക്കും, രോഗം പോക്കും, ദുഃഖം പോക്കും, പിശാചിനെ പോക്കും എന്ന സത്യം എഴുതി വെക്കുമ്പോൾ ഗാഗുൽത്താമലയിൽ തിളച്ചു മറിയുന്ന യേശുവിന്റെ രക്തം കെദ്രോൻ നദി വഴി ഒഴുകി ഇന്നും എന്ന് എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ, നിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നമ്മുടെ പാപം കഴുകി തിളച്ച് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ ജോലി യേശുവിന്റെ രക്തം ചെയ്യുമ്പോൾ ഈ സഭകൾ എന്ത് തോന്നിവാസമാണ് ചെയ്യുന്നതെന്ന് ഈ ശബ്ദപരിധിക്കുള്ളിലുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണമേ. പ്രിയരെ, യേശുവിന് പാപമെങ്കിലും മോചിക്കാനുള്ള അധികാരം പൗരോഹിത്യ ഗോളം സമ്മതിച്ചു കൊടുക്കുകയില്ല. പട്ടിയെ തല്ലിക്കൊല്ലും പോലെ അന്നത്തെ കള്ള പുരോഹിതന്മാര് അവനെ കൊന്നതും പോരാ, അവൻ 3-ാം ദിവസം ചാടി എഴുന്നേറ്റ് പിതാവിന്റെ വലം ഭാഗത്തേക്ക് പോയിട്ട് അവനെ ഇപ്പോഴും സക്രാരിക്കകത്ത് ഒരു ചെറിയ അപ്പത്തിന്റെ രൂപത്തിൽ അടച്ചു വെച്ചുകൊണ്ട് 100-125 കോടി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകാതിരിക്കത്തക്കവണ്ണുള്ള ജാടയും കോടയും കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ പ്രതികരിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ ആ മനുഷ്യർക്ക് പോലും യാതൊരു സാധ്യതയുമില്ലാത്ത സാത്താൻ എന്തുമാത്രം വലിയ തോന്നിവാസമാണ് ചെയ്യുന്നതെന്ന് വരാപ്പുഴയിലെ കച്ചവടക്കാരെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകും. നിങ്ങളുടെ മനസ്സ് ഞാൻ വളരെ പ്രത്യേകിച്ച് ശ്രമിക്കുകയാണ്. യേശുവാണ് ആദിമസഭയെ സൃഷ്ടിച്ചത് തൻ്റെ ആത്മാവിനെ അയച്ച്. ആദ്യകാലത്ത് വന്ന 3000-ഓളം ആളുകളെ പത്രോസും മറ്റു കൂട്ടുകാരും ചേർന്ന് സ്നാനപ്പെടുത്തുകയും അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയുകയും ചെയ്ത സംഭവം ഇപ്പോൾ നമ്മൾ പറയുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ പത്രോസാദികളുടെ മരണത്തിന് ശേഷം, യോഹന്നാനാദികളുടെ മരണത്തിന് ശേഷം ആദ്യകാല സഭ വീർപ്പുമുട്ടുകയായിരുന്നു. യേശു എന്ന നാമം ഇന്ന് പറയാതിരിക്കാനാണ് കത്തോലിക്ക സഭ പോലെയുള്ളവർ മറിയത്തെയും മറ്റു പല പുണ്യവാന്മാരെയും അങ്ങനെ സംഘടിപ്പിച്ച് വെക്കുന്നത്. ഒരു വിധത്തിലും യേശു എന്ന നാമത്തിൽ പാപമോചനം ലഭിക്കരുത്, യേശു എന്ന നാമത്തിൽ രോഗമോചനം ലഭിക്കരുത്, യേശു എന്ന ഉത്ഥാനം ചെയ്ത ദൈവത്തിന്റെ കൃപയാൽ ജീവിക്കരുത്. അങ്ങനെ സാത്താൻ ഊട്ടി വളർത്തുന്ന അത്തരം സഭയുടെ ആരംഭകാല ചരിത്രം പറയുന്ന ശ്രദ്ധിക്കൂ. ജനങ്ങളെല്ലാവരും വീർപ്പുമുട്ടി വേദനിച്ചിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, 8-10 കൈസർമാർ യേശുവിനെ ഏറ്റുപറയുന്നവരെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഡയോമീഷ്യൻ എന്ന ചക്രവർത്തിയും ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തിയുമൊക്കെ വളരെ കൂടുതലായിട്ട് ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇതിനൊരു ശാപമോക്ഷം കൊടുത്തുകൊണ്ട് കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി ആദ്യകാലത്ത് രംഗത്ത് വരുന്നത്. സാത്താൻ അതുവരെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന നയമാണ് കാഴ്ചവെച്ചിരുന്നതെങ്കിൽ കോൺസ്റ്റന്റൈൻ വന്നതോടുകൂടി, റോമൻ ഭരണാധികാരിയായിരുന്ന ഈ മനുഷ്യൻ വന്നതോടുകൂടി രാജകീയ മതമായിട്ട് ക്രിസ്തു മതത്തെ ഉയർത്തുകയാണ്. രാജകീയ മതമായി ഗാഗുൽത്താമലയിൽ പിടഞ്ഞു മരിച്ച് ത്യാഗോജ്വലമായി എനിക്കും നിനക്കും വേണ്ടി തൻ്റെ നെഞ്ചിലെ ചോര ഒഴുക്കിയ യേശുവിന്റെ മരണത്തിലൂടെ നേടിയെടുത്ത സത്യാത്മാവിനെ അയച്ചുകൊണ്ട് ആരംഭിച്ച സുന്ദരമായ സഭയെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇത് രാജകീയ മതമായി ഉയർത്തുകയാണ്. അതുകൂടെ ക്രിസ്തുവിന്റെ മാർഗം ആദ്യകാല സഭ അന്ധകാര യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്താണ് 2-3 വ്യാജ പ്രവാചകന്മാർ സഭയിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. അതിലൊന്ന് ബെലയാമിന്റെ ഉപദേശമാണ്, മറ്റൊന്ന് നിക്കോളവാസ് പക്ഷക്കാരുടെ ഉപദേശമാണ്. ഇവരുടെയൊക്കെ ഉപദേശങ്ങൾ വന്നതോടുകൂടി ആഡംബര സമന്വിതമായ ഒരു ചർച്ച് ഉണ്ടാകുകയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് 1-ലേറെ ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് ഫൗസ്റ്റീന എന്നായിരുന്നു. അവളുടെ പേരിൽ 2 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് പത്രോസിന്റെ സിംഹാസനം എന്ന് ഇന്നറിയുന്നത്.
മറ്റൊന്നാണ് പൗലോസിന്റെ ബസിലിക്ക എന്ന് ഇന്നറിയുന്നത്. ഇതെല്ലാം സഭയ്ക്ക്, ആദ്യകാല സഭയ്ക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ബെലിയാമിന്റെ ഉപദേശം, സാൻമാർഗികമായുള്ള അധപ്പതനം, നിക്കോളവാസ് പക്ഷക്കാരുടെ ഉപദേശം, സെക്സ് ഉൾപ്പെടെയുള്ള ഏത് പാപം ചെയ്താലും സാരമില്ല എന്ന ഉപദേശം ആദ്യകാല സഭയിൽ വന്നു. അതോടുകൂടി വിലയേറിയ പട്ടുകുപ്പായങ്ങൾ അച്ഛന്മാർ ധരിക്കുവാൻ തുടങ്ങി. ഇന്ന് നിങ്ങളുടെ ഇടവകപ്പള്ളിയിലെ അച്ഛനെ നിങ്ങളുടേതുപോലെയുള്ള പുരുഷന്മാർ ധരിക്കുന്ന പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് നടന്നാൽ എന്താണ് ഒരു കുറവ് അവർക്കുള്ളത്? നിങ്ങളുടെ ഇടവകയിലെ കന്യാസ്ത്രീയുടെ ആ കുപ്പായത്തിന് പകരം ഒരു ചുരിദാർ ധരിച്ചുകൊണ്ട് നടന്നാൽ അവർക്ക് എന്താണ് ഒരു കുറവ്? പക്ഷേ കോൺസ്റ്റന്റൈൻ വന്നോടുകൂടി പ്രിയപ്പെട്ടവരെ, വിലയേറിയ പട്ടുകുപ്പായങ്ങൾ ഇത്തരം ആളുകൾ ധരിക്കണമെന്ന ഓർഡറായി. പുറജാതികളുടെ പെരുന്നാളുകൾ സഭയിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ സൂര്യദേവന്റെ ജന്മദിനം അന്ന് ആഘോഷിച്ചിരുന്നത്, നടത്തിയിരുന്നത് ഡിസംബർ മാസം 25-ാം തീയതിയായിരുന്നു സൂര്യദേവന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നത്. ഈ ജന്മദിനം പേഗൻ മതത്തിന്റെ സിദ്ധാന്തത്തെ അതുപോലെ തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുദേവന്റെ ജന്മദിനം സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ 25-ന് തന്നെയാണെന്ന് നുണ പറയാൻ തുടങ്ങി. അങ്ങനെ മറ്റു പെരുന്നാളുകളും ക്രിസ്തീയ സഭയിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊണ്ടുവരികയാണ്. എന്തിനധികം പറയുന്നു, ആചാര അനുഷ്ഠാനങ്ങൾ മുഴുകിയ ഒരു മതമാക്കി ആധുനിക സഭയെ തീർത്തു. സത്യം വിട്ട് തെറ്റിയ സഭയെ സ്വൈരിണിയായ സഭ, അർത്ഥാൽ താന്തോന്നിയായ സഭയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, മിശിഹ യുഗത്തിന്റെ അനുഗ്രഹങ്ങളെ ഒന്നിനും കിട്ടുവാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അങ്ങനെ ആദ്യകാല സഭ ആഡംബര സമന്വിതമായി തൃശ്ശൂര് പൂരത്തിന് എഴുന്നള്ളിക്കുന്ന 21 141 ഗജവീരന്മാരുടെ നെറ്റിപ്പട്ടം പോലെ ബിഷപ്പുമാര് നെറ്റിപ്പട്ടം അണിയുവാൻ തുടങ്ങി. തലയിൽ തൊപ്പി മുകളിലേക്കോ താഴത്തേക്കോ തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. പട്ടിന്റെ പുറത്ത് പട്ടും, പട്ടിന്റെ പുറത്ത് പട്ടും, പട്ടിന്റെ പുറത്ത് പുട്ടും പട്ടും എല്ലാം കൂടെ തിരികെ കയറ്റിക്കൊണ്ട് ഒരുതരം കിരാതമായ വേഷം, പിശാചവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് ആണുങ്ങൾ ഒരിക്കലും ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ വേഷഭൂഷകളൊക്കെ പിശാചവരുടെ ദേഹത്ത് കുത്തിക്കയറ്റി വെച്ച് ചുവന്നതും പച്ചയും നീലയും മഞ്ഞയും എല്ലാം കൊണ്ട് 2 കുരിശും 3 അരളിക്കായും 4 അരളിക്കായും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ട് പിശാച് അവരെ ലജ്ജിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യം അറിയിക്കുകയാണ്. കാലം മുന്നോട്ട് പോയി. മരിച്ചവരോട് പ്രാർത്ഥിക്കാമെന്ന് AD 300 മാർപ്പാപ്പ നുണ പറഞ്ഞു. കുരിശിനെ വന്ദിക്കാമെന്ന് AD 300 അന്നത്തെ 3-ാം ബോണിഫസ് മാർപ്പാപ്പ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ നുണ പറയാൻ തുടങ്ങി. വീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആവുകയില്ല, അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകവും രക്തത്തിന്റെ പ്രതീകവുമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അത് വീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുമെന്ന് നുണ പറയാൻ തുടങ്ങി. AD 431 ചരിത്രത്തിൽ മറ്റൊരു ദൈവം ഇതാ പ്രത്യക്ഷപ്പെടുകയാണ്. മറിയം യേശുവിനെ പ്രസവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധ സ്ത്രീയാണെങ്കിലും ആ മറിയത്തെ ദേവന് തുല്യമായി ആരാധിക്കുവാൻ തുടങ്ങിയ വർഷം AD 431 എല്ലാ പള്ളികളിലേക്ക് ഓർഡർ ഇട്ടു. ബിഷപ്പുമാർ അതിനുവേണ്ടി പ്രത്യേക സെമിനാറുകൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ഇന്ന് മരിച്ച് മണ്ണടിഞ്ഞ് കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ എഴുന്നേക്കാൻ സാധ്യതയുള്ള 50-60 വയസ്സിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയ പാവപ്പെട്ട മറിയം, നീയും ഞാനും എൻ്റെ അപ്പനുമൊക്കെ മരിച്ചു തീർക്കുന്ന അന്ന് നമ്മുടെയൊക്കെ കൂടെ എഴുന്നേക്കാനിരിക്കുന്ന മറിയം, പ്രിയപ്പെട്ടവരെ, അവൾ ആരാധനാപാത്രമാക്കി നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആ ജനസമൂഹം യേശുവിനെയും യേശുവിൻ്റെ ആത്മാവിനെയും വഞ്ചിച്ച വർഷമായിരുന്നു അത്. ഇതുണ്ടോ? ഞായറാഴ്ച തോറും കുർബാനയപ്പം അടിച്ചു വരുത്താൻ പോകുന്ന പാവപ്പെട്ട ചെടിത്തീസൻ ചേട്ടൻസ് അറിയുന്നുണ്ട്. സൺഡേ സ്കൂളിലേക്ക് പോകുന്ന പാവപ്പെട്ട ആൺകുട്ടിയും പെൺകുട്ടിയും ഇത് അറിയുന്നുണ്ടോ? കന്യാസ്ത്രീ മഠത്തിൽ 4 കൊല്ലമോ 5 കൊല്ലമോ ബൈബിൾ പഠിച്ചില്ലെങ്കിൽ കൊന്ത പിടിച്ചിട്ട് നീങ്ങുന്ന വെളുത്ത കുപ്പായും കാക്കിക്കുപ്പായും ഇട്ടുകൊണ്ട് പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്കൂളിൽ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി കന്യാസ്ത്രീകൾ കയറി സ്കൂളിൽ പഠിപ്പിച്ച് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്ത്രീകൾ അറിയുന്നുണ്ടോ? ഇങ്ങനെയാണ് ചരിത്രമെന്ന് ഈ സിസ്റ്റർ വർഗം ആരെങ്കിലും അറിയുന്നുണ്ടോ? നിങ്ങളിൽ ചിലരുടെയും മക്കൾ പട്ടത്തിന് പോയില്ലേ? നിങ്ങൾ ചിലരുടെയും മക്കൾ ഇത്തരം കന്യാസ്ത്രീ പട്ടത്തിന് പോയില്ലേ? ആരെങ്കിലും ബൈബിൾ പഠിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്തെങ്കിലും പഠിച്ചു എന്നറിഞ്ഞോ? ഒരു തിരുവചനമെങ്കിലും പറയാൻ ഇവർക്ക് അറിയാമെന്നറിയോ? കുർബാന മാത്രം ചൊല്ലിക്കൊണ്ട് ഇവരുടെ വെട്ടുത്തിളങ്ങുന്ന വസ്ത്രത്തിന്റെ പകിട്ടിൽ ബഹുമാനപ്പെട്ട ചേടിത്തീസാൻ ചേട്ടൻസിനെ കബളിപ്പിച്ചുകൊണ്ട് അൾത്താരയുടെ മുമ്പിൽ ലൈറ്റിട്ട വെളിച്ചത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പിശാചിനെ ഇവർ ഇൻകിലാബ് വിളിച്ച് കൂട്ടുകയാണ് എന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും മാത്രമേ ബൈബിളിലെ നിയമപ്രകാരമുള്ളൂ. മരണാനന്തരമുള്ള ഒരു ശുദ്ധീകരണ സ്ഥലം
യഥാർത്ഥത്തിലില്ല. എന്നാൽ ബെസ്പുർഖാന എന്നൊരു സാധനം, ശുദ്ധീകരണ സ്ഥലം എന്നൊരു കുട്ടി നരകം കൂടി ഉണ്ട് എന്ന് AD 593 മാർപ്പാപ്പ ഓർഡർ ഇട്ടു. ബെനഡിക്റ്റ് 16 ഇപ്പോഴുള്ള മാർപ്പാപ്പയ്ക്ക് അല്പം വിവരമുണ്ട്. അദ്ദേഹം കുട്ടി നരകം എടുത്തു കളഞ്ഞെന്ന് സത്യദീപത്തിൽ വായിച്ചെന്ന് ഒരാൾ പറയുന്ന കേട്ട്, എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അങ്ങേർക്ക് വിവരമുണ്ട്. ഒന്നാമത് പ്രായം ഏറെയായി, രണ്ടാമത് ഇന്നാൾ അമേരിക്കയിൽ പോയപ്പോൾ തട്ട് കിട്ടി. അങ്ങനെ ലോകം മുഴുവൻ തട്ടുമുട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നന്മയെങ്കിലും ചെയ്തിട്ട് മരിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. AD 600 പ്രിയപ്പെട്ടവരെ, മറിയത്തോടുള്ള പ്രാർത്ഥന ശക്തമാക്കി. AD 606 3-ാം ബോണിഫസ് മെത്രാൻ, അദ്ദേഹം റോമിലെ മെത്രാനായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പ എന്ന്, ലോകം മുഴുവനുമുള്ള മെത്രാന്മാരുടെ മെത്രാൻ എന്ന് സ്വയം തീരുമാനിച്ചു. ഇതെല്ലാം ചരിത്രത്തിലുണ്ടായ കാര്യങ്ങളാണെന്ന് വരാപ്പുഴയിലെ പള്ളി പോകുന്ന ബഹുമാനപ്പെട്ട ചേടിത്തീസാൻ ചേട്ടന് അറിയാതിരിക്കാൻ പള്ളികളിൽ വിളിച്ചു പറഞ്ഞു, ദേവസ്വമുല്ലക്കര വരുന്നുണ്ട്, അവിടെ ആരും പോയേക്കരുത്, കല്യാണം നടത്തിക്കുകയില്ല, ആദ്യ കുർബാന നടത്തിക്കുകയില്ല, അന്ത്യകുർബാന നടത്തിക്കുകയില്ല, ഒറ്റെണ്ണം പോയേക്കരുന്ന് പറഞ്ഞത് ഈ സത്യം ഞാൻ പറയുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ഇരിക്കുന്ന കസേരയുടെ കാലുകൾ ഒടിഞ്ഞു തുടങ്ങിയ കാര്യം ഇവർ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കസേര ഉറപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്യാണ്. കഴിഞ്ഞ ഫെബ്രുവരി 8 മുതൽ കഴിഞ്ഞ ആഴ്ചയിൽ ബഹറിൽ വെച്ച് വരെ 3046 പേരെ 4-5 മാസം കൊണ്ട് സ്നാനപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ സിംഫണി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെന്തക്കോസ്ത പാസ്റ്റർമാരുടെ കൂട്ടായ്മയിൽ നടന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനവരങ്ങളെ ദൈവരാജ്യത്തിന്റെ മഹത്തിന് വേണ്ടി ജനങ്ങൾ കൊടുക്കണം, വാങ്ങണം എന്ന് ഏറ്റുപറയുന്ന ഒരു പ്രസ്ഥാനം ഈ ലോകത്തിൽ 45-നും 55-നും ഇടയ്ക്ക് കോടികളായി വളർന്നു പോയ സത്യം അറിയുന്നവർ ഇന്ന് കിലുകില വിറയ്ക്കുകയാണ്, എന്ന് പേടിക്കുകയാണ്. സാത്താൻ അവരെ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, AD 709 മാർപ്പാപ്പയുടെ പാദം ആരെങ്കിലും ഒന്ന് ചുംബിച്ചാൽ എല്ലാ പാപവും മോചിച്ചു കൊടുക്കും എന്ന് ഓർഡറായി. AD 786 വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് തെറ്റില്ല, നിങ്ങൾ അങ്ങ് ആരാധിച്ചോ, വല്ല തെറ്റുകൊണ്ട് ഞങ്ങൾ കുർബാന ചൊല്ലി വീട്ടിക്കോളാമെന്ന് തീരുമാനിച്ചു. തിരുശേഷിപ്പിനെ ആരാധിക്കാൻ തെറ്റില്ല എന്ന് AD 786 തീരുമാനമുണ്ടായി റോമിൽ നിന്ന്. അങ്ങനെയാണ് മരിച്ചുപോയ സെന്റ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളിന്റെയും അവരുടെയൊക്കെ ശവകുടീരങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണും അതുപോലെ തന്നെ അസ്ഥികളുടെ കഷ്ണങ്ങളും ഒക്കെ അൾത്താരയിൽ എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് മൊത്തുവാൻ തുടങ്ങിയത് ഇത്തരം കൽപ്പന കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, AD 1079 അന്നത്തെ മാർപ്പാപ്പയ്ക്ക് തോന്നി, ഹൈന്ദവ ജനങ്ങൾ ഓം നമഃ ശിവായ എന്ന് പറയുമ്പോൾ രുദ്രാക്ഷമാല ഉരുട്ടുന്നുണ്ട്, ഞങ്ങൾക്കും ഉരുട്ടിക്കൂടെ? മാർപ്പാപ്പയെ ആലോചിച്ചു. ഇസ്ലാം ജനങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു എന്ന് വിളിക്കുമ്പോഴൊക്കെ ഒരുതരം ജപമാല ഉരുട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഉരുട്ടിക്കൂടെ? വളരെയേറെ ആലോചിച്ചതിന് ശേഷം AD 1079 നിങ്ങളും ജപമാല ചൊല്ലണം എന്ന ജപമാലയുടെ ഉപയോഗം അന്നാണ് പ്രിയപ്പെട്ടവരെ ആരംഭിക്കുന്നത്. നന്മ നിറഞ്ഞ ദൈവമേ നിനക്ക് ആരാധന എന്ന് പറയുന്നത് മാറ്റിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി എന്നുള്ള നുണ പ്രചരിപ്പിച്ചുകൊണ്ട് AD 1079 കള്ള കൊന്തകൾ ഇറക്കുമതി ചെയ്തു. മെത്രാൻ വാഴ്ത്തിയതിന് 150 രൂപ, അച്ഛൻ വാഴ്ത്തിയതിന് 100 രൂപ, കന്യാസ്ത്രീ വീഴ്ത്തിയതിന് 50 രൂപ, സാധാ അസേന്ത്യച്ഛനാണെങ്കിൽ 25 രൂപ, 1 തരം 2 തരം 3 തരം കൊന്ത തന്ത ഈ പറയുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് AD 1079 ജനങ്ങളെല്ലാം കൊന്തയും പിടിച്ചോണ്ട് നടക്കുക. ഓ, ചേടുത്തിയുടെ തലയെ കൊന്ത, കഴുത്തേ കൊന്ത, കക്ഷത്തിൽ കൊന്ത, എല്ലായിടത്തും കൊന്ത, വീട്ടിൽ ചെന്ന രൂപത്തെ കൊന്ത, രൂപത്തിന്റെ പുറകിൽ കൊന്ത, കട്ടിലെ കൊന്ത, കട്ടിന്റെ അരികത്ത് കൊന്ത, എന്ത് കൊന്ത, എന്തിനിത്, ആർക്കിത്? ഇത് പിശാച് കൊണ്ടുവന്ന് ആ മാർപ്പാപ്പയിലൂടെ കൊടുത്തതാണെന്ന് എത്ര ചേടുത്തീസ് അറിയുന്നു. ഇത് ഭയങ്കര ബിസിനസ്സായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എത്ര ചേട്ടൻസ് അറിയുന്നു. അതൊന്നും സാരമില്ല. AD 1229 ഏറ്റവും വേദനാജനകമായ സംഭവം. ബൈബിൾ വിലക്കുകയാണ് അന്ന്. AD 1229 സാമാന്യ ജനങ്ങൾ വായിക്കരുത്. വായിച്ചാൽ എന്താ? വായിച്ച കള്ളത്തരങ്ങൾ പുറത്തു വരും, അച്ഛന്മാർ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ പുറത്തു വരും, ജനങ്ങൾ സത്യമറിയും.
മാത്രമല്ല ജനങ്ങൾ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് AD 1229 ബൈബിൾ വിലക്കിയതുപോലെ ബൈബിൾ പ്രസംഗിക്കാൻ വരുന്ന ഞാനും എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ എത്തുമ്പോൾ ഇവിടെ പോകരുതെന്ന് ഇന്നും കത്തോലിക്കൻ വിലക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിലക്ക് പിശാചിന്റെ ലക്കില്ലാത്ത പരിപാടിയാണ്. ഇവർ വിലക്കുന്നതെല്ലാം പിശാചിന്റെ ലക്കില്ലാത്ത പരിപാടിയാണ്. AD 1414 കുർബാനയിൽ വീഞ്ഞുകൾ പ്രത്യേകം വെക്കണമെന്നായി. AD 1439 ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു. AD 1545 അതേ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി പാരമ്പര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് തുല്യമാണെന്ന് പറയാൻ തുടങ്ങി. AD 1546 അപ്പോക്രിഫ ഗ്രന്ഥങ്ങളായ 1ഉം 2ഉം മക്കബായർ കുറെ പുസ്തകങ്ങൾ കൂടി സത്യവേദ പുസ്തകത്തെ തുന്നിച്ചേർത്തുകൊണ്ട് പുസ്തകങ്ങളുടെ 66 എന്ന ലിസ്റ്റ് 73 ഉയർത്തി. AD 1554 കന്യകാ മറിയം അമലോത്ഭവയാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ഓർഡറായി. ഏറ്റവും ഒടുവിൽ മറിയം ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന നുണ കൂടി പറഞ്ഞിട്ടും മാർപ്പാപ്പമാർക്ക് മതിയായിട്ടില്ല. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനം ഇല്ലാതെയാവുകയും മറിയം നമ്മുടെ രാജാവ് എന്ന അവസ്ഥയിലേക്ക്, രാജ്ഞി എന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവര്, ഇങ്ങനെ വ്യാജമായി തട്ടിക്കൂട്ടി പിശാചിന് വേണ്ടി റോം മുതൽ ഇവിടം വരെയും സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിംബാരാധന മതത്തിലെ അംഗമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞുകൂടിയ കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുകയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നുണ പറയുന്ന വ്യക്തിയാണ് മാർപ്പാപ്പ. ലോകം കണ്ടിട്ടുള്ളതിൽ തൊട്ടടുത്ത് ഏറ്റവും വലിയ നുണ പറയുന്ന വ്യക്തിയാണ് ബിഷോപ്പ്. ലോകം കണ്ടിട്ടുള്ളതിൽ പിന്നെ ഏറ്റവും വലിയ മുഴുത്ത നുണ പറയുന്നത് വികാരി, പിന്നെ അസേന്തി, പിന്നെ അതിനേക്കാളും വലിയ നുണ പറയുന്ന ആള് ഉണ്ട്, മദറും കൊച്ചു മദറും എല്ലാവരും. അതേ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ സത്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്? ഇവിടെ ഈ ശബ്ദപരിധിക്കുള്ളിലും ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ കാസറ്റുകൾ വാങ്ങാൻ സാധിക്കും. ഇവിടെ ഇതെല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം CD ആക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്കും തീർച്ചയായിട്ടും വാങ്ങാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, റോം ചരിത്രത്തിൽ ക്രിസ്തുവിനെതിരെ പിശാച് സംഘടിപ്പിച്ച ഒരു വലിയ മതത്തിന്റെ നേതാവ് വസിക്കുന്ന സ്ഥലമാണ്. 7 മലകളാൽ ചുറ്റപ്പെട്ട ഒരു നാടാണ് ഇതെന്ന് എവിടെയാ പറയുന്നെന്നോ? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ഈ മഹദിയാം ബാബിലോൺ ഇരിക്കുന്ന ആ മലകളെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു. എവിടെ? വെളിപ്പാട് പുസ്തകം 17-9 കേൾക്കണം. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. മഹദിയാം ബാബിലോൺ എന്ന ആ ബിംബാരാധക സഭയെ വിളിക്കുന്ന പേര് മഹദിയാം ബാബിലോൺ എന്നാണ് ബൈബിൾ. ഇത് ദേവസ്യമുല്ലക്കര വിളിക്കുന്നതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പത്മോസ് എന്നും പാത്മോസ് എന്നും വിളിക്കുന്ന ആ മനോഹരമായ ദ്വീപിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പുതിയ നിയമം എഴുതി വെച്ച യോഹന്നാൻ അപ്പസ്തോലൻ ദിവ്യ ദർശനത്തിലൂടെ കണ്ടെത്തിയത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ മലകളുടെ പട്ടണത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ ഇരിക്കുന്ന മഹദിയാം ബാബിലോണിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത്. 7 മലകളിലായി BC 758 ഈ മലകൾ നിർമ്മിച്ചത്, ഈ മതം ഉടലെടുപ്പിച്ചത്. റോമുലസ് എന്നാണ് അന്നത്തെ രാജാവിൻ്റെ പേര്. അദ്ദേഹം പണി കഴിപ്പിച്ച റോമിലെ അവിടുത്തെ ഏക പട്ടണമാണ്. റോമുലസ് പണി കഴിപ്പിച്ചതുകൊണ്ടാണ് റോം എന്ന് പേരുണ്ടായത്. അതിലെ മലകളാണ് ഒന്ന് ക്യാപിറ്റോളിൻ എന്ന മല. ഇതൊക്കെ സാമൂഹ്യ പാഠങ്ങളിൽ കുട്ടികൾ പഠിച്ചതാണ്. 2 പാലറ്റൈൻ എന്ന മല, 3 അവൻറ്റൈൻ കോവിയേലിയൻ എന്ന മല, എസ്മിലൈൻ, എസ്കിലൈൻ എന്നീ മലകൾ. ഈ മലകളിൽ ഒരു ദുർദേവത വന്ന് ഇരിക്കുന്നു. ഈ ദുർദേവത റോം ആണ് എന്ന് POC ബൈബിളിൽ തന്നെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ടിപ്പണിയായിട്ട് റോമ നഗരമെന്ന് POC ബൈബിളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ചുകൊണ്ട് റോമിൽ നിന്നും ആരംഭിക്കുന്ന ആ മതത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു മഹദിയാം ബാബിലോൺ, മഹദിയാം ബാബിലോൺ എന്ന്. വെളിപ്പാട് പുസ്തകം 17-5 ഇങ്ങനെയാണ്: മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ഇങ്ങനെയാണ്
ബൈബിൾ ആ മതത്തെക്കുറിച്ച് പറയുന്നത് ദൈവസഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് എന്ന മർമ്മം പറയുന്നതിന് പകരം അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന പേര് അവരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.